എല്ലാവർക്കും റീബോണ്ടുജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരം മക്കൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് സ്നാക്സ് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു കിടിലനൊരു ഐറ്റം ഒക്കെ ആയിട്ടാണ്. കളറൊന്നും ചേർക്കാതെ തന്നെയാണ് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ കളർ കാണുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ എന്തായാലും അറിയുന്നുണ്ടാവും. ഈ ഒരു നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. നമ്മുടെ മിക്സിക്കകത്തിട്ട് അടിക്കുകയൊന്നും ചെയ്യരുത്. അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സീഡൊക്കെ നല്ലോണം അങ്ങോട്ട് അരഞ്ഞ് ആ ഒരു ഇതും കൂടെ അടിക്കുന്ന സമയത്ത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ലൈറ്റ് ഷെയ്ഡായി പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു കപ്പിനകത്തേക്ക് നമ്മളിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ആ വെള്ളമൊന്നും നമ്മൾ കളയണ്ട കേട്ടോ. അതൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ എടുക്കാം. എന്നിട്ട് ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. ചെറിയൊരു ഡ്രാഗൺ ഫ്രൂട്ടായിരുന്നു, അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ ഒന്ന് എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് സ്കൂപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇത് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്മാഷർ വെച്ചിട്ടാണെങ്കിലും നമുക്കിത് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പറ്റുന്ന അത്രയും നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. മിക്സിക്കകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജാറിനകത്ത് ഇട്ടത് എല്ലാം കൂടെ അത് അരഞ്ഞു പോയിട്ട് ആ ഒരു സീഡൊന്നും നമുക്ക് കാണാൻ കിട്ടില്ല കേട്ടോ. അതെല്ലാം അരഞ്ഞു പോകുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കളർഫുള്ളായിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് പറ്റുന്ന അത്രയും നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇതാ ഈ ഒരു രീതിയിൽ നമ്മളിത് ഇത്രയും ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതുണ്ടാക്കാനുള്ളൊരു ബാറ്റർ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്നും കൂടെ ഹെൽത്തി ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ആണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ നമുക്ക് ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊരു സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പി തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ആ ഒരു ബാറ്ററിനും കൂടെ കുറച്ച് മധുരം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആ ഒരു മിക്സ് നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് എത്രത്തോളം നമുക്ക് അറിയാലോ, ദോശേൻ്റെ ഒക്കെ നമുക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ബാറ്ററിൻ്റെ അത്രയും ലൂസായിട്ടുള്ളൊരു ബാറ്റർ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും അതേപോലെ തന്നെ ആ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആ ഒരു മിക്സും നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കട്ടയൊന്നും കൂടാതെ തന്നെ നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിനകത്തുനിന്ന് ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മളിതുപോലെ ഒന്ന് ഉടച്ചെടുത്തതായതുകൊണ്ട് തന്നെ അതൊന്നും നമുക്കിതിന് പ്രശ്നമല്ല കേട്ടോ. അത് നമ്മൾ ഡയറക്റ്റ് ഫ്രൂട്ടായിട്ടാണ് നമ്മൾ കഴിക്കുന്നതാണല്ലോ. അതുകൊണ്ട് ഇത് കുക്കാകുമ്പം അത് കുക്കായില്ല എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ഫില്ലിങ്സ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷുഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്കായൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മക്കൾക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് വലിയൊരു ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അപ്പോൾ ഈ ഒരു തേങ്ങയും അതേപോലെ തന്നെ പഞ്ചസാരയും കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തും കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇടുവോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പം തൽക്കാലം ഈ ഒരു തേങ്ങയും അതേപോലെ തന്നെ ഷുഗർ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. അതൊന്ന് ചൂടായി കഴിയുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരുപാട് കട്ടിയില്ലാതെ, അറിയാലോ നമുക്ക് ആ ഒരു ദോശേൻ്റെയൊക്കെ ആ ഒരു രീതിയിൽ തന്നെ മതി. ഇതുപോലെ നമുക്കൊന്ന് പരത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കുക്കാകാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്കിത് പെട്ടെന്ന് തന്നെ അത് കുക്കായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മരത്തിൻ്റെ ഒക്കെ ആ ഒരു ചട്ടകമൊക്കെ ആണെങ്കിൽ ഇത് ചിലപ്പോൾ ഒന്ന് ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചട്ടകം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആ ഒരു ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫില്ലിങ്സ് ഒക്കെ ആക്കാം. എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് ചേർത്തൊക്കെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഇതുപോലെ രണ്ട് സൈഡിൽ നിന്ന് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടി ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒരു കവർ പോലെയൊക്കെ നമുക്ക് വേണമെന്നെങ്കിൽ ആക്കാം കേട്ടോ. ഞാൻ പക്ഷേ ഇതുപോലെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് രണ്ട് സൈഡൊക്കെ കുക്കായിട്ട് നമ്മുടെ അടിപൊളി ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ബാറ്ററൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഒരു സൈഡൊക്കെ കുക്കാവുന്ന സമയത്തൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് അതിന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് നമുക്ക് ഫില്ലിങ്സ് ഒക്കെ വെച്ച് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ എല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് എന്താ പറയുക, നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ.
അപ്പോൾ എന്തായാലും നിങ്ങളും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കഴിക്കാൻ മടിയുള്ള മക്കളൊക്കെ ഉണ്ടാവുമല്ലോ, ഇതിനങ്ങനെ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ മോക്ക് മാത്രമാണ് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടമുള്ളൂ. അപ്പം മോനും കൂടെ ഇതൊന്ന് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ രീതിയിൽ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.